ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ച് നമ്മൾ മണിയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെൽത്ത് അട്രാക്ഷൻ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരിക്കലും സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടാവരുതെന്ന്. പലർക്കും അറിയില്ല എന്താണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്നുള്ളത്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ മുണ്ട് മുറുക്കി ജീവിക്കണം. പണ്ടത്തെ ആൾക്കാർ നമ്മുടെ എപ്പോഴും പറയാറുണ്ട് മുണ്ട് മുറുക്കി ജീവിക്കണം, മുണ്ട് മുറുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഇതെല്ലാം. അല്ലെങ്കിൽ എവിടെയൊക്കെ ചുരുക്കാം അവിടെയൊക്കെ ചുരുക്കണം. അതായത് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കരുത്, കാരണം അതിനകത്ത് ഏറ്റവും കുറഞ്ഞ എന്താണോ അത് എടുക്കണം. ഗ്രോസറി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ എടുക്കണം. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണ്. അതായത് അവസരങ്ങളെ കണ്ടെത്താനോ ജീവിതത്തിലെ പുതിയ പുതിയ അവസരങ്ങളിലൂടെ കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള വഴികളല്ല നമ്മൾ തിരക്കുന്നത്. അതിന് പകരം ഉള്ളതിൽ ചുരുങ്ങി ജീവിക്കാനായിട്ടാണ്. ജീവിതത്തിൽ പണം വരാത്തതിന്റെ പ്രധാന കാരണം ഇത് തന്നെ. ഇങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റിയെടുക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചെറുപ്പകാലം മുതലേ കടന്നുകൂടിയിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ പ്രധാന ബ്ലോക്കുകൾ. അപ്പൊ അതിനെയൊക്കെ മാറ്റി ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും സമൃദ്ധിയും വരത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള മൈൻഡ് സെറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതുമാതിരിയുള്ള പല തോട്ട്സുകളും അതുപോലെ ഇങ്ങനെ പണത്തിനെയും നമ്മുടെ സ്നേഹത്തെയും മാനിഫെസ്റ്റേഷനെയും ലോ ഓഫ് അട്രാക്ഷനെയും ഒക്കെ കുറിച്ചിട്ടുള്ള പല ക്ലാസ്സുകളും ഫ്രീ ആയിട്ടും പെയ്ഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും സമാധാനവും സ്ഥിരമായ സന്തോഷവും ഒക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.